ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വായനാ ദിന ക്വിസാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ സാധാരണയായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ക്വിസ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം ലഭിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ചോദ്യങ്ങളായിട്ട് പറഞ്ഞു പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടാതെ നമ്മൾ ഓൾറെഡി വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ചോദ്യം ഓരോന്നായി നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം എന്താണ്? പി കേശവദേവ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ച് തന്നെ പോവാം. ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? പി കേശവദേവ്. അടുത്തത്, മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ആരൊക്കെയാണ്? എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയങ്ങളെന്ന് അറിയപ്പെടുന്നത്. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അടുത്ത ചോദ്യം ഇതാണ്. കൊളംബിയൻ ഫുട്ബോൾ ഇതിഹാസം ഹ്യൂഗിറ്റയുടെ പേരിൽ മലയാളത്തിൽ ഒരു കഥയുണ്ട്. ആരാണിത് എഴുതിയത്? കൊളംബിയൻ ഫുട്ബോൾ ഇതിഹാസം ഹ്യൂഗിറ്റയുടെ പേരിൽ മലയാളത്തിലൊരു കഥയുണ്ട്. ആരാണിത് എഴുതിയത്? ഉത്തരം NS മാധവൻ. ആരാണ്? NS മാധവൻ. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആര്? നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഉണ്ണായി വാര്യറാണ്. ആരാണ്? നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ഉണ്ണായി വാര്യർ. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവാണ് SK പൊറ്റക്കാട്. ആരാണ്? SK പൊറ്റക്കാട്. അടുത്ത ചോദ്യം. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം എന്താണ്? പമ്പയാർ. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പയാർ. അടുത്ത ചോദ്യം. എത്ര ഭാഷയിലെ മികച്ച കൃതിക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്? എത്ര ഭാഷയിലെ മികച്ച കൃതിക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്? 24 ഭാഷയിലെ മികച്ച കൃതിക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 18 കവികളിലെ അരക്കവി ആര്? 18 കവികളിലെ അരക്കവി ആര്? ഉത്തരം പൂനം നമ്പൂതിരി. 18 കവികളിലെ അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരി. അടുത്ത ചോദ്യം ഇതാണ്. നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ എഴുതിയതാര്? നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ എഴുതിയതാരാണ്? ഉത്തരം നോക്കൂ. MT വാസുദേവൻ നായരാണ്. നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ എഴുതിയിരിക്കുന്നത് MT വാസുദേവൻ നായർ. ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെ? ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആരൊക്കെയാണ്? G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാരാണ്. ഓർത്തു വെച്ചോളുക. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റാണ് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കറാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ്? ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ്? ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം AK ഗോപാലൻ. ആരാണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? AK ഗോപാലൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തിരൂരാണ്. എവിടെയാണ്? തിരൂർ. അടുത്ത ചോദ്യം നോക്കാം. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? മലയാള അച്ചടിയുടെ പിതാവാണ് ബെഞ്ചമിൻ ബെയ്ലി. ശ്രദ്ധിച്ചോളൂ, മലയാള അച്ചടിയുടെ പിതാവാണ് ബെഞ്ചമിൻ ബെയ്ലി. അടുത്ത ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1954 ഏതാണ്? 1954 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം. അടുത്ത ചോദ്യം ഇതാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏത്? ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. ഏതാണ്? ഉമാകേരളം. അടുത്ത ചോദ്യം ഇതാണ്. P കേശവദേവ് രചിച്ച ഏതു കൃതിയിലെ കഥാപാത്രമാണ് പപ്പു? P കേശവദേവ് രചിച്ച ഏത് കൃതിയിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു. ഏതാണ്? ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു. അടുത്ത ചോദ്യം. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥയുടെ രചയിതാവാര്? പ്രധാനപ്പെട്ടതാണ്. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥയുടെ രചയിതാവാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ഒരു കൃതിയാണ് ഇത് ഭൂമിയുടെ അവകാശികൾ എന്നത്. അടുത്ത ചോദ്യം. ആൽക്കെമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൽക്കെമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പൗലോ കൊയ്ലോ. ആൽക്കെമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് പൗലോ കൊയ്ലോ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ആരുടെയാണ്? SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ. ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ SK പൊറ്റക്കാട്. അടുത്ത ചോദ്യം. രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര്? രാജ്യസഭാംഗമായ ആദ്യ മലയാള കവിയാണ് G ശങ്കരക്കുറുപ്പ്. ആരാണ്? G ശങ്കരക്കുറുപ്പ്. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം P സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ രചയിതാവ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? M മുകുന്ദനാണ്. ആരാണ്? M മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ രചയിതാവാണ് M മുകുന്ദൻ. അടുത്ത ചോദ്യം നോക്കൂ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം. സുഗതകുമാരി രചിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? സുഗതകുമാരി രചിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം രാത്രിമഴ. ഏതാണ്? രാത്രിമഴ. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമാണ് കോട്ടയം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം R നാരായണ പണിക്കറാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് R നാരായണ പണിക്കർ. അപ്പോൾ ഫ്രണ്ട്സ്, വായനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. ക്വിസ് മത്സരങ്ങളിൽ സാധാരണ ചോദിക്കാറുള്ളതാണ് ഇവയൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്.
ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ഏത് ജില്ലയിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിനി ഏത് വീഡിയോ ആണ് ആവശ്യമെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.